നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുഖ്യം പ്രധാനം വാർത്തകൾ വായിക്കുന്നത് ആൻസി ജോർജ്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക്. കൂട്ടായ്മയുടെ വിജയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല മകരവിളക്കിന് തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ. ഇന്നു മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും സ്പോട്ട് ബുക്കിംഗ് 5,000-ആയും നിജപ്പെടുത്തും. സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിലേക്ക് മാറ്റും. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് അപകടം. ടോക്കണുകൾ വിതരണം ചെയ്യുന്ന കൗണ്ടറുകളിലേക്ക് ആളുകൾ ഇരച്ചു കയറിയതാണ് അപകടത്തിനിടയാക്കിയത്. മർത്തോമ സഭയുടെ ശാസ്ത്ര അവാർഡുകൾ സമ്മാനിച്ചു. സഭാ കൗൺസിൽ ചേംബറിൽ നടന്ന സമ്മേളനത്തിൽ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പോലിത്ത പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അന്തിമ വോട്ടർ പട്ടിക സ്പെഷ്യൽ സമ്മർ റിവിഷൻ 2025-ന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പത്തനംതിട്ട ജില്ലയിൽ 10,52,468 വോട്ടർമാർ. കോഴഞ്ചേരി പുഷ്പമേള ഇന്ന് തുടങ്ങും. വൈകിട്ട് 5-ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് നാളെ മുതൽ 20 കോച്ചുകളുമായി സർവീസ് നടത്തും. നിലവിൽ 16 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് മാറ്റിയിരുന്നു. ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് 2ാം വിജയം. 5 ഗോളുകൾക്ക് ഡൽഹി FC-യാണ് തോൽപ്പിച്ചത്. കഥകളി മേള വൈകിട്ട് 6:30-ന് ഇരയിമൻ തമ്പി രചിച്ച കീചകവധം അരങ്ങേറും.